നമസ്കാരം. GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വിഭജിച്ചേക്കും. കവളങ്ങാടോ പോത്താനിക്കാടോ ആസ്ഥാനമാകും. കോതമംഗലത്ത് പനി ബാധിച്ച യുവാവ് മരിച്ചു. തൃക്കാരിയൂർ സ്വദേശി അരുണാണ് മരിച്ചത്. പകർച്ചവ്യാധികൾ വഴിയുള്ള മരണനിരക്ക് കൂടുന്നതിൽ ആശങ്ക ഉയരുന്നു. മാസങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കോതമംഗലം മാർക്കറ്റ് റോഡ് തകരുന്നു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വിഭജിച്ചേക്കും. വലിയ ബ്ലോക്ക് പഞ്ചായത്തുകൾ പുനഃസംഘടിപ്പിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വളരെ വലിയ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാണ്. വിഭജിക്കണമെന്ന ആവശ്യം നേരത്തെ മുതലുണ്ട്. കവളങ്ങാടോ പോത്താനിക്കാടോ ആസ്ഥാനമായി പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിക്കണമെന്നാണ് ആവശ്യം. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പുനഃസംഘടനയിൽ ഈ ആവശ്യം പരിഗണിക്കപ്പെട്ടേക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പുനഃസംഘടിപ്പിച്ചിരുന്നെങ്കിലും ശക്തമായ പ്രതിഷേധവും കോടതി ഉത്തരവും മൂലം തീരുമാനം പിൻവലിച്ചിരുന്നു. കോട്ടപ്പടി പഞ്ചായത്തിനെ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാറ്റിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഈ നടപടിയാണ് പിന്നീട് പിൻവലിച്ചത്. കോട്ടപ്പടിക്ക് പുറമെ പിണ്ടിമന, കുട്ടമ്പുഴ, കീരമ്പാറ, കവളങ്ങാട്, പൈങ്ങോട്ടൂർ, പോത്താനിക്കാട്, പല്ലാരിമംഗലം, വാരപ്പെട്ടി, നെല്ലിക്കുഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ളത്. 14 ഡിവിഷനുകളുണ്ട്. ഈ 10 പഞ്ചായത്തുകളെ 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലാക്കി മാറ്റിയാകും പുനഃസംഘടന. ഇപ്പോഴുള്ള ഡിവിഷനുകളുടെ എണ്ണത്തിലും വർധനയുണ്ടാകും. ബ്ലോക്ക് പഞ്ചായത്ത് വിഭജിക്കുന്നതിനോട് രാഷ്ട്രീയ പാർട്ടികൾക്കും യോജിപ്പാണുള്ളത്. പനി ബാധിച്ച യുവാവ് മരിച്ചു. തൃക്കാരൂർ KK മഠം KP ചന്ദ്രശേഖര മേനോന്റെ മകൻ അരുൺകുമാറാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. തിരുവാങ്കുളം OEN കണക്ടേഴ്സിൽ അപ്രന്റീസ് ആയിരുന്നു അരുൺ. പനി ബാധിച്ച അരുൺ ഞായറാഴ്ച ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇന്നലെ രാവിലെ പനി കൂടിയതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. താലൂക്കിൽ പനി ബാധിതരുടെ എണ്ണം വളരെയേറെയാണ്. പരീക്കണ്ണിയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാൾ മരണമടഞ്ഞിരുന്നു. വെള്ളാരംകുത്തിൽ ഒരു ആദിവാസി യുവാവ് എലിപ്പനി മൂലം മരിച്ചിരുന്നു. മറ്റൊരു യുവാവ് ഗുരുതരാവസ്ഥയിലാണ്. ഇപ്പോൾ പനി രോഗിയുടെ മരണം കൂടിയുണ്ടായത് ആരോഗ്യവകുപ്പിനെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച റോഡ് തകർന്ന് ലോറി അപകടത്തിൽപ്പെട്ടു. കോതമംഗലം മാർക്കറ്റ് റോഡ് ബൈപ്പാസിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച റോഡാണ് തകർന്നത്. ടാറിങ്ങിനോട് ചേർന്ന് കോൺക്രീറ്റിംഗ് നടത്തിയിട്ടുള്ള ഭാഗം ഇടിഞ്ഞ് ചരക്ക് ലോറി ചെരിയുകയായിരുന്നു. ലോറി മറിയാതിരുന്നതിനാൽ ആളപായം ഒഴിവായി. കോൺക്രീറ്റിംഗിലെ അപാകതയാണ് റോഡ് തകരാൻ കാരണം എന്ന ആക്ഷേപമുണ്ട്. നിർമ്മാണ വേളയിൽ തന്നെ അപാകതകളും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. റോഡിന്റെ മറ്റു ഭാഗങ്ങളും ഇത്തരത്തിൽ തകർന്നേക്കാം. ചെറുവട്ടൂരിലെ ക്ഷേത്രത്തിൽ മോഷണം നടന്നു. തൃക്ക മഹാദേവ ക്ഷേത്രത്തിലെ 3 ഭണ്ഡാരങ്ങളിലെ പണമാണ് കഴിഞ്ഞ ദിവസം രാത്രി കവർച്ച ചെയ്യപ്പെട്ടത്. ഭണ്ഡാരങ്ങൾ നിറയെ കാണിക്ക പണം ഉണ്ടായിരുന്നതായി പറയുന്നു. കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. താലൂക്കിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി വായനാ മത്സരം നടത്തി. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച വായനാ മത്സരത്തിന്റെ ഭാഗമായാണ് താലൂക്കിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള മത്സരം നടത്തിയത്. വിവിധ സ്കൂളുകളിൽ നടന്ന മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മത്സരത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. മാനേജർ ബോബി കുതുബ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേകിച്ച് കുട്ടികളുടെ വായനാശീലത്തെ അത് വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഒരു പോരായ്മയായി ആ പോരായ്മയെ നല്ല രീതിയിൽ അവർക്ക് അതിൻ്റെ ആവശ്യകതയെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെയും ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെയും ഭാഗമായി ഇവർക്ക് ഇവിടെ നടത്തി വരുന്നത്. വളരെ പ്രശംസനാർഹമായ പ്രവർത്തനങ്ങളാണ് ലൈബ്രറി കൗൺസിലിന്റെ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. MP പരമേശ്വരൻ നായർ അധ്യക്ഷത വഹിച്ചു. മനോജ് നാരായണൻ, VV കുഞ്ഞപ്പൻ, അജി K പോൾ, ദേവസിക്കുട്ടി വർഗീസ്, അരുൺ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. NSSന്റെ ആഭിമുഖ്യത്തിൽ മംഗല്യ സംഗമം നടത്തി. NSS താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മംഗല്യ സംഗമം ജലജകുമാരി ഉദ്ഘാടനം ചെയ്തു. V ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് N വിക്രമൻ നായർ, സരിദാസ് നാരായണൻ നായർ, TP ഭവാനിയമ്മ, KV ജയകുമാർ, ലൈജു പണിക്കർ, S ഹരികുമാർ എന്നിവർ പ്രസംഗിച്ചു.
നമ്മൾ ഉദ്ദേശിച്ചത് ജാതകം ചേരലും പെണ്ണ് കാണലും ഈ വേദിയിൽ വെച്ച് നടക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വിവാഹ ആലോചനയുടെ 2 സുപ്രധാന ഘട്ടങ്ങൾ ജാതകം ചേർത്ത് പെണ്ണ് കാണലും തന്നെ നടക്കണം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളിവിടെ ഈ സംരംഭം തുടങ്ങിയത്. ഏതായാലും ഈ ചുരുങ്ങിയ ഇതിൽ തന്നെ നമ്മുടെ ഈ 15 പേരിൽ 10 പേരുടെ ജാതകങ്ങൾ അന്യോന്യം ചേർന്ന് ആലോചനയുമായി നമ്മളിപ്പോൾ മുമ്പോട്ട് പോയിരിക്കുകയാണ്. വിവാഹിതരാകാൻ തയ്യാറെടുക്കുന്ന യുവതി യുവാക്കളാണ് മംഗല്യ സംഗമത്തിൽ പങ്കെടുത്തത്. നിരവധി പേർക്ക് വിവാഹത്തിനുള്ള തുടർ നടപടിക്ക് ശുപാർശ നൽകിയതായി സംഘാടകർ അറിയിച്ചു. ആ സ്ത്രീകളുടെ ജാതകങ്ങളുമായിട്ട് നമ്മുടെ ഇവിടുത്തെ പുരുഷന്മാരുടെയും ബാക്കിയുള്ള സ്ത്രീകളുടെയും ജാതകം തമ്മിൽ ഒത്തുചേർന്നതിന് ശേഷം ആ ഒത്തുചേർന്ന ജാതകങ്ങൾ അതിന്റെ രക്ഷകർത്താക്കളെ ഇവിടെ നിന്ന് അറിയിക്കുന്നതാണ്. വ്യാപാരി വ്യവസായ സമിതിയുടെ കോട്ടപ്പടി യൂണിറ്റ് രൂപീകരിച്ചു. ഇത് സംബന്ധിച്ച് ചേർന്ന യോഗം ഏരിയ സെക്രട്ടറി KA നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. VK ബാലൻ അധ്യക്ഷത വഹിച്ചു. TM അബ്ദുൾ അസീസ്, MU അഷ്റഫ്, PM അഷ്റഫ്, KS സുബൈർ, PR പോറ്റി തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിറ്റ് ഭാരവാഹികളായി TK അയ്യപ്പൻകുട്ടി പ്രസിഡന്റ്, NK റജി വൈസ് പ്രസിഡന്റ്, TP കാസിം സെക്രട്ടറി, TA ശശി, VK ബാലൻ ജോയിന്റ് സെക്രട്ടറിമാർ, വർഗീസ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. CPM-ന്റെ തൃക്കാരിയൂർ മേഖലാ സമ്മേളനം നടത്തി. CPM-ന്റെ തൃക്കാരിയൂർ മേഖലയിലെ പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കുടുംബസംഗമം നടത്തിയത്. ഉദ്ഘാടനം വൈറ്റ്ല ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KD വിൻസെന്റ് നിർവഹിച്ചു. ഗവൺമെന്റ് ഒരു വിലക്കയറ്റം ഉണ്ടാകുന്നതിന്റെ അർത്ഥം ഗവൺമെന്റ് കണ്ടേക്കണം എന്താണെന്ന് അറിയാം, എല്ലാവരുടെയും കയ്യിൽ ഒത്തിരി പണം വന്നിട്ടുണ്ടെന്നാണ് ഗവൺമെന്റ് കാഴ്ചപ്പാട്. ജനങ്ങളുടെയൊക്കെ കയ്യിൽ ഒത്തിരി പണമുണ്ട്, അതുകൊണ്ടാണ് വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ പണം എന്ത് ചെയ്യണം? നേരെ ബാങ്കിലേക്ക് പോകണം. പണം ബാങ്കിലേക്ക് ചെല്ലാനായിട്ട് എന്താ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്? പലിശ നിരക്ക് ഉയർത്തുക. റിസർവ് ബാങ്കിനെ കൊണ്ട് ചെയ്യിക്കുന്ന നടപടി അതാ. കാരണം എന്താ? ഒന്ന്, വായ്പയുടെ പലിശ കൂട്ടും. വായ്പയുടെ പലിശ കൂട്ടിയാൽ പിന്നെ എന്താ പറയുക, അയ്യോ ഇന്നലെ വരെ 9% പലിശക്ക് കിട്ടിയിരുന്ന കാശ് ഇന്ന് ബാങ്കിൽ ലോൺ എടുക്കാൻ ചെന്നപ്പോൾ 12%, 13%. ഇപ്പൊ നമ്മളെന്ത് പറയും? അയ്യോ വേണ്ട, ഇത്രയും പലിശക്ക് എടുത്ത് അത് തിരിച്ചടക്കാൻ നമുക്ക് കഴിയില്ല, അതുകൊണ്ട് വേണ്ട, എന്തെങ്കിലും കാര്യം തുടങ്ങാന്ന് വെച്ചാൽ എന്ത് വിചാരിക്കും? വേണ്ട, തുടങ്ങണ്ടെന്ന് വിചാരിക്കും. ലോക്കൽ കമ്മിറ്റി അംഗം KP ജയകുമാർ അധ്യക്ഷത വഹിച്ചു. KG ചന്ദ്രബോസ്, MB യൂസഫ്, KG ഷാജി, PK ഷിജു എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസിന്റെ മാവലക്കണ്ടം മേഖലാ കുടുംബ സംഗമം നടന്നു. PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. CJ എൽദോസ്, PP ഉദുപ്പാൻ, KA ജേക്കബ്, JC സാജു, KM അബ്ദുള്ള കുഞ്ഞ്, സുലോചന ചന്ദ്രൻ, സൽമ പരി, CK ജീവൻ, NK ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു. DYFIയുടെ നെല്ലിക്കുഴി പുതുപ്പാലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. SSLCക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ തസ്നിയ മുഹമ്മദ്, +2വിന് എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്കും നേടിയ ഹെന്ന മുഹമ്മദ് എന്നിവരെയാണ് ആദരിച്ചത്. സമ്മേളനം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. MO ഷാജൻ അധ്യക്ഷത വഹിച്ചു. സുജു ജോണി, S സതീഷ്, KP ജിജേഷ്, സിദ്ദിഖുൽ അക്ബർ, CA മക്കാർ, TM അബ്ദുൾ അസീസ്, PM സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു. MM മുജീബ് സ്വാഗതവും KP നിയാസ് കൃതജ്ഞതയും പറഞ്ഞു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിൽ ADS വാർഷികം ആഘോഷിച്ചു. ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ലീലാമ്മ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡയാന നോബി, എലിസബത്ത് തങ്കച്ചൻ, മേരി സാജൻ, റിനി ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണം, തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ചവരെ ആദരിക്കൽ, കുടുംബശ്രീ സെക്രട്ടറിമാരെ ആദരിക്കൽ എന്നിവയും ഉണ്ടായിരുന്നു. തങ്കളം വിദ്യാപീഠം ക്ലബിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ വിതരണവും നടിയിലും നടന്നു. ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ശോശാമ്മ വാവച്ചൻ നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് ആലപ്പാട്ട്, മല്ലിക കേശവൻ, ബിനു പുത്തൻപുറയ്ക്കൽ, ശോഭന തങ്കരാജ്, MR ബിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരമറിയിപ്പ്. കോതമംഗലം പുന്നയ്ക്കൽ പരേതനായ വർക്കിയുടെ ഭാര്യ ഏലിക്കുട്ടി നിര്യാതയായി. 94 വയസ്സായിരുന്നു. പോത്താനിക്കാട് പറമ്പഞ്ചേരി മുടവും കുന്നേൽ ജോസഫ് വർക്കി നിര്യാതനായി. 89 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വിഭജിച്ചേക്കും. കവളങ്ങാടോ പോത്താനിക്കാടോ ആസ്ഥാനമാകും.
കോതമംഗലത്ത് പനി ബാധിച്ച് യുവാവ് മരിച്ചു. തൃക്കാരിയൂർ സ്വദേശി അരുണാണ് മരിച്ചത്. പകർച്ചവ്യാധികൾ വഴിയുള്ള മരണനിരക്ക് കൂടുന്നതിൽ ആശങ്ക ഉയരുന്നു. മാസങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കോതമംഗലം മാർക്കറ്റ് റോഡ് തകരുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.